ഇസ്രയേൽ നേതാക്കൾക്കും ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ക്രിമിനൽ ജസ്റ്റിസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചേക്കുമെന്ന സൂചന വരുന്നു. പട്ടികയിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉണ്ടെന്നാണ് സൂചന. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ UN അംഗമായ ഏത് രാജ്യത്തേക്ക് അവർ യാത്ര ചെയ്താലും ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയും. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SK. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടർ കരീം ഖാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തന്റെ ടീം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നടന്ന ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുന്നതായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അല്ലെങ്കിൽ ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ ചില വിദേശ രാജ്യങ്ങളുടെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോടാണ് ഈ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗസ മുനമ്പിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ തടഞ്ഞതാണ് ഈ അറസ്റ്റ് വാറന്റിനുള്ള പ്രധാന കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തീവ്രത കൂടിയോ എന്നും ഈ കോടതി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അറസ്റ്റ് വാറന്റ് ലിസ്റ്റിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പേര് പോലും വരാൻ സാധ്യതയുണ്ട്. ഹമാസ് നേതാക്കൾക്കെതിരെയും അറസ്റ്റ് വാറന്റ് ഉണ്ടായേക്കും. കോടതി നടപടികൾ ഏത് ഘട്ടത്തിലാണെന്നൊന്നും ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും വാറന്റിന് മുമ്പ് ഒരു ജഡ്ജിമാരുടെ പാനലിന്റെ അനുവാദം ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഉടൻ തന്നെ ഒരു അറസ്റ്റോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിയിലെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിചാരണയൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ അന്താരാഷ്ട്ര കോടതിയുടെ ഇത്തരം നടപടികൾ മറ്റ് ലോകരാജ്യങ്ങൾക്ക് ഒരു ധാർമ്മിക ശാസന ഇസ്രയേലിന് നൽകുന്നതായിട്ടായിരിക്കും അവരൊക്കെ കണക്കാക്കുക. കോടതിയിൽ നിന്നൊക്കെ ഈ ഒരു നീക്കം അറിഞ്ഞതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേലിന്റെ ചില നയങ്ങളൊക്കെ മാറാൻ കാരണമായതെന്നൊക്കെ ഒരു വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ ഭീകരവാദത്തെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര കോടതിയുടെ ഇത്തരം ഇടപെടലുകൾ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സൃഷ്ടിക്കുക എന്നാണ് ഒരുപക്ഷെ ഇത് നേരത്തെ അറിഞ്ഞതുകൊണ്ടാകാം ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസം മുമ്പ് SK വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. SK. താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ദുരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാകും അത്തരമൊരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ. മാത്രമല്ല ഈ ആളുകൾക്കൊക്കെ പല വിദേശ നാടുകളിലേക്കും യാത്ര ചെയ്യുന്നതൊക്കെ പ്രയാസകരമാകും.